أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു. പറയുന്നു, വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി. കഴിഞ്ഞ ചില ദർസുകളിലായി ഈ ആയത്തിൻ്റെ വിശദീകരണമാണ് നാം ചർച്ച ചെയ്തു പോകുന്നത്. കഴിഞ്ഞ ദർസിൽ പറയുകയുണ്ടായി, നോമ്പ് എങ്ങനെയാണ് ഒരു വിശ്വാസിയെ ശാരീരികമായും ആത്മീയമായും കരുത്തുറ്റവാക്കുന്നത് എന്നും അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സവിശേഷമായ പ്രതിഫലത്തിന് നമ്മെ എങ്ങനെ അർഹരാക്കുന്നു എന്നും നാം ചർച്ച ചെയ്തു. ഇതിന് തുടർച്ചയായി നോമ്പിലൂടെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആത്മീയ വെളിച്ചത്തെക്കുറിച്ചും അള്ളാഹുവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും ഈ ആരാധന നമ്മിൽ വളർത്തുന്ന സ്ഥിരതയെക്കുറിച്ചുമാണ് നാം ഇന്നത്തെ ഈ ദർസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോമ്പിന് ആത്മീയമായ മറ്റൊരു തലം കൂടിയുണ്ട്. ഇതിൻ്റെ ഫലമായി അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യബോധനങ്ങൾ വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയും അവൻ്റെ ആത്മീയ കാഴ്ചയിൽ കൂടുതൽ തെളിച്ചവും പ്രകാശവും ഉണ്ടാവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നാം സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാം. അള്ളാഹുവിനൊരു പ്രത്യേക ശീലം ഉണ്ടെന്നല്ല, മറിച്ച് അവൻ്റെ പ്രവർത്തനങ്ങളിൽ അത്തരമൊരു ശൈലിയുമായി, അതായത് സാദൃശ്യമായി നമുക്ക് തോന്നും വിധമുള്ള ചില കാര്യങ്ങളുണ്ട്. മനുഷ്യനെപ്പോലെ അവന് കണ്ണുകളില്ലെങ്കിലും അവനെല്ലാം കാണുന്നവനാണ്. അവന് ചെവികളില്ലെങ്കിലും അവനെല്ലാം കേൾക്കുന്നവനാണ്. ഇതുപോലെ തന്നെ അള്ളാഹുവിനൊരു പ്രത്യേക ശീലമില്ലെങ്കിലും അവനൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആവർത്തിക്കുക എന്നത് അവൻ്റെ ഒരു സവിശേഷതയാണ്. മനുഷ്യരിലും ഈ സ്വഭാവം കാണാം. ഉദാഹരണത്തിന്, ചിലർക്ക് കൈകളോ കാലുകളോ ഇടയ്ക്കിടെ ചലിപ്പിക്കുന്ന സ്വഭാവമുണ്ടാകും. അവരത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നതിനെയാണല്ലോ നാം ശീലമെന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കാര്യത്തിലും ഇത് കാണാം. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവൻ തൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞാൽ ആ സന്ദർഭത്തിൽ അവൻ വീണ്ടും വീണ്ടും അത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ ഈ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. അതിനാൽ ഖുർആൻ അവതരിക്കപ്പെട്ട ആ പ്രവാചകനെ നാം പിന്തുടരുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആ സവിശേഷ ശൈലിയുടെ ഫലമായി വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നു. അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന് ഭൗതിക ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ദുനിയാവിൽ ജീവിക്കുമ്പോഴും അതിലെ മോഹങ്ങളിൽ അകപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു തൻ്റെ ഇൽഹാം നൽകി അനുഗ്രഹിക്കുന്നു. ഭക്ഷണപാനീയങ്ങളിലും ഉറക്കത്തിലും കുറവ് വരുത്തുകയും അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുന്നവർക്കായി അള്ളാഹു സത്യസന്ധമായ സ്വപ്നങ്ങളുടെയും ആത്മീയ ദർശനങ്ങളുടെയും വാതിലുകൾ തുറന്നു കൊടുക്കുന്നു. അദൃശ്യമായ രഹസ്യങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ച ഒരു ഇൽഹാം ഇപ്രകാരമാണ്: ഫിർ ബഹാർ ആയി ഖുദാ കി ബാത് പൂരി ഹുയി, അതായത് വീണ്ടും വസന്തം വന്നു, അള്ളാഹുവിൻ്റെ വാഗ്ദാനം വീണ്ടും പൂർത്തിയായി. ഇതിലും അള്ളാഹുവിൻ്റെ ആവർത്തന ശൈലിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അള്ളാഹു ഒരിക്കൽ വസന്തകാലത്ത് തൻ്റെ കാരുണ്യം പ്രകടമാക്കിയിട്ടുണ്ട്. അതിനാൽ വീണ്ടും വസന്തം വരുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇപ്രകാരം പറയുന്നു: ഇപ്പോൾ എൻ്റെ ദാസന്മാർ എന്തു പറയും? നാം വീണ്ടും നമ്മുടെ മഹിമ കാണിച്ചു കൊടുക്കാം. ദാസന്മാർ അത് ശരിയായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത വസന്തത്തിലും അതേ അനുഗ്രഹം വർഷിക്കപ്പെടും. ചുരുക്കത്തിൽ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ ഒരു വൃക്ഷമായി കരുതുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആ സവിശേഷത ഓരോ റമദാനിലും ആ വൃക്ഷത്തെ കുലുക്കുകയും അതിൽ നിന്ന് സത്യവിശ്വാസികൾക്ക് നവോന്മേഷം നൽകുന്ന ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിധത്തിലും നോമ്പിലൂടെ ആത്മീയത വളരുന്നതാണ്. മനുഷ്യൻ അള്ളാഹുവിനു വേണ്ടി ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിക്കാൻ പോലും തയ്യാറാണ് എന്നതാണ്. അതുപോലെ തന്നെ തൻ്റെ പത്നിയുമായുള്ള പ്രത്യേക ബന്ധങ്ങൾ അവൻ ഒഴിവാക്കുമ്പോൾ അള്ളാഹുവിനു വേണ്ടി തൻ്റെ വംശപരമ്പരയെപ്പോലും ത്യാഗം ചെയ്യാൻ താൻ സന്നദ്ധനാണെന്ന് അവൻ പ്രകടിപ്പിക്കുന്നു. നോമ്പിൽ ഈ രണ്ട് മാതൃകകളും അവൻ കാഴ്ചവെക്കുമ്പോൾ
അവൻ അള്ളാഹുവിനെ പ്രാപിക്കുന്നതിന് അർഹനായിത്തീരുന്നു. അള്ളാഹുവുമായുള്ള ഈ ബന്ധം സ്ഥാപിതമാകുന്നതിലൂടെയും ആത്മീയത ശക്തിപ്പെടുത്തുന്നതിലൂടെയും ആ വ്യക്തി എന്നേക്കുമായി വഴിപിഴച്ചു പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു. കൂടാതെ റമദാനിലൂടെ സ്ഥിരത എന്ന ശീലവും വളർത്തപ്പെടുന്നു. കാരണം ഈ പുണ്യം ദീർഘകാലം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സാധാരണ ദിവസങ്ങളിൽ മനുഷ്യൻ പകൽ പലതവണ ഭക്ഷണം കഴിക്കാറുണ്ട്. ദരിദ്രനായാലും ധനികനായാലും നഗരവാസിയായാലും ഗ്രാമീണനായാലും അവരുടെ കഴിവിനനുസരിച്ച് പലപ്പോഴും ആഹാരം കഴിക്കുന്നു. എന്നാൽ റമദാനിൽ ഈ ഭക്ഷണങ്ങളെല്ലാം ഒതുങ്ങി കേവലം 2 മാറുന്നു. അതുപോലെ മറ്റു ദിവസങ്ങളിൽ രാത്രി മുഴുവൻ ഉറങ്ങുമ്പോൾ റമദാനിൽ തഹജുദിനായും സഹരിക്കായും ഉണരേണ്ടി വരുന്നു. പകൽ സമയം ഖുർആൻ പാരായണത്തിനായി നീക്കിവെക്കേണ്ടതായും വരുന്നു. ചുരുക്കത്തിൽ റമദാൻ ദിനങ്ങളിൽ തൻ്റെ സ്വാഭാവികമായ ശീലങ്ങളെ വലിയ രീതിയിൽ ബലി നൽകി കൊണ്ടുവരുന്നു. ഈ ത്യാഗം ഒരു ദിവസമോ 2 ദിവസമോ അല്ല, മറിച്ച് ഒരു മാസം മുഴുവൻ മുടങ്ങാതെ തുടർച്ചയായി ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ നോമ്പിലൂടെ സ്ഥിരതയുടെ ഉന്നതമായ പാഠം ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ സ്ഥിരതയുള്ള ത്യാഗങ്ങളില്ലാതെ ആർക്കും അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയില്ല. കാരണം യഥാർത്ഥ സ്നേഹം എന്നത് താത്കാലികമായ ഒരു ആവേശമല്ല, മറിച്ച് അത് സ്ഥിരതയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒരു പത്നി നമസ്കരിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ ചാരി നിൽക്കാൻ വേണ്ടി ഒരു കയർ കെട്ടിയിട്ടതായി കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞത്: ഇതൊരു ആരാധനയല്ല, മനുഷ്യന് സന്തോഷത്തോടെ ചെയ്യാൻ കഴിയുന്നതാണ് ആരാധന. ആരാധനയുടെ ഫലമായി മനസ്സിന് മടുപ്പ് തോന്നാൻ പാടില്ല. കാരണം അത്തരം മടുപ്പ് ആരാധനയുടെ തുടർച്ചയെയും സ്ഥിരതയെയും തകർക്കാൻ കാരണമാകും. ഈ ആയത്തിൻ്റെ ബാക്കി വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.